അസമിൽ വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ റിവിഷൻ പരിശോധനകൾക്കു ശേഷം ഡ്രാഫ്റ്റ് റോൾ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 10.56 ലക്ഷം അസാമികളാണ് SR എന്നറിയപ്പെടുന്ന സ്പെഷ്യൽ റിവിഷനു ശേഷം വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളപ്പെട്ടത്. മരണം, സ്ഥലം മാറ്റം, ഒന്നിലധികം എൻട്രികൾ, മതിയായ രേഖകളുടെ അഭാവം എന്നീ കാരണങ്ങളാണ് ഇത്രയും വോട്ടർമാരെ ലിസ്റ്റിൽ ഒഴിവാക്കിയതിന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന കാരണങ്ങൾ. അതേസമയം അസമിലെ ഏറ്റവും വലിയ മുസ്ലിം ഉപവിഭാഗമായ മിയ മുസ്ലിമീങ്ങളെ ലിസ്റ്റിൽ നിന്നും എന്തായാലും പുറത്താക്കുമെന്നും അവരെ നിരന്തരം ശല്യം ചെയ്യുമെന്നും പരസ്യ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ശരിക്കും എന്താണ് നിലവിൽ അസമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് മിയ മുസ്ലിങ്ങൾ? രാജ്യവ്യാപകമായി SIR നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അസമിൽ മാത്രം SR അഥവാ സ്പെഷ്യൽ റിവിഷൻ നടക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ് ഉത്തരം തേടുന്നത്. വിശദമായി പരിശോധിക്കാം. അസമിലെ വോട്ടർ ലിസ്റ്റ് കൃത്യമായി പരിശോധിച്ച് തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കലാണ് സ്പെഷ്യൽ റിവിഷന്റെ ലക്ഷ്യമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അവകാശപ്പെടുന്നത്. മരണം, സ്ഥലം മാറ്റം, 2 എൻട്രികൾ, മതിയായ രേഖകളുടെ അഭാവം തുടങ്ങിയവയാണ് സ്പെഷ്യൽ റിവിഷനിലൂടെ വോട്ടർ ലിസ്റ്റിൽ നിന്നും പുറന്തള്ളപ്പെടാനുള്ള കാരണങ്ങളായി ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. നവംബർ 17-നായിരുന്നു അസമിൽ ഇലക്ഷൻ റിവിഷൻ നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവ് നൽകിയത്. കഴിഞ്ഞ വർഷം ജൂൺ 24-ന് രാജ്യവ്യാപകമായി SIR നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചപ്പോൾ അസം അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് NRC അഥവാ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നതുകൊണ്ടായിരുന്നു. 2019-ൽ അസമിൽ NRC ലിസ്റ്റ് വന്നപ്പോൾ 19 ലക്ഷം ആളുകൾക്ക് പൗരത്വമില്ലെന്നായിരുന്നു കണ്ടെത്തൽ. പ്രസ്തുത കേസിൽ വിധി വരാത്ത സാഹചര്യത്തിൽ അസമിൽ SIR നടത്താൻ സാധിക്കില്ലെന്നായിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ വിശദീകരണം. കേന്ദ്ര കമ്മീഷന്റെ ഉത്തരവ് അനുസരിച്ചുകൊണ്ട് അസം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ സ്പെഷ്യൽ റിവിഷനു ശേഷം 10 ലക്ഷത്തിലേറെ ആളുകളാണ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. ഇതിൽ 4,78,992 പേരെ ഒഴിവാക്കിയത് മരണം കാരണമാണ്. 5,23,680 വോട്ടർമാരെ രജിസ്റ്റർ ചെയ്ത വിലാസങ്ങളിൽ നിന്നും മാറിപ്പോയതിനാലും 53,619 വോട്ടർമാരെ ഇരട്ട എൻട്രികളുടെയും പേരിലാണ് ഒഴിവാക്കിയതെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം. ജനുവരി 22 വരെയായിരുന്നു നടപടികളിൽ എതിർപ്പുകളുള്ള വോട്ടർമാർക്ക് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനുള്ള സമയം. നിരവധി ആളുകൾ വോട്ടർ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയതിനെതിരെ എതിർപ്പ് ഫയൽ ചെയ്തിരുന്നു. ഫെബ്രുവരി 2-നുള്ളിൽ പരാതിക്കാരുടെ എതിർപ്പുകൾ കേട്ട് തീരുമാനമാക്കാനാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് കേന്ദ്ര കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പരാതിക്കാരുടെ പക്ഷം കേൾക്കാനായി ഹിയറിംഗ് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അസം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. ഈ സമയത്താണ് അസം സംസ്ഥാന മുഖ്യമന്ത്രി വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ പ്രസ്താവനകൾ നടത്തിയത്. അസമിലെ ഏറ്റവും വലിയ മുസ്ലിം ഉപവിഭാഗമായ 4 ലക്ഷം മുതൽ 5 ലക്ഷം വരുന്ന മിയ മുസ്ലിമീങ്ങളെ നിരുപാധികം ലിസ്റ്റിൽ നിന്നും പുറത്താക്കുമെന്നും അവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നുമായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രതികരണം. ആദ്യമായല്ല അദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. മുസ്ലിമീങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിൽ മുമ്പും വിദ്വേഷ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ജനാധിപത്യ മര്യാദകളെയും ഭരണഘടനാ മൂല്യങ്ങളെയും മാനിക്കാത്ത അതിദയനീയ കാഴ്ച. ആരാണ് മിയ മുസ്ലിമീങ്ങൾ? ബംഗ്ല സംസാരിക്കുന്ന അസം മുസ്ലിമീങ്ങളാണ് മിയകൾ. ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഭാഗമായ മെയ്മെൻസിംഗ്, രംഗ്പൂർ, രാജ്ഷാഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ പിൻഗാമികളാണിവർ. അസമിന്റെ മധ്യഭാഗത്തും നദീതീര പ്രദേശങ്ങളിലും താമസിക്കുന്ന ഇവരുടെ പൗരത്വത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ദീർഘകാലമായി അസമിന്റെ ഭൂപടത്തിനുള്ളിലുണ്ട്. അവരെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. പരിശോധനയ്ക്കായി ഇലക്ഷൻ കമ്മീഷൻ നിർണയിച്ച സമയം പോലും കഴിയുന്നതിന് മുമ്പാണ് അവരെ ലിസ്റ്റിൽ നിന്നും എന്തായാലും പുറത്താക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് തന്നെ മിയകളെ ശല്യപ്പെടുത്തും. ദരിദ്രർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും ഒപ്പമുണ്ടെങ്കിലും നമ്മുടെ ജാതി കേന്ദ്രീകൃത സമൂഹം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെയല്ല ഞാൻ എന്നൊക്കെയായിരുന്നു അസം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. മുഖ്യന്റെ പ്രസ്താവനകൾക്കെതിരെ കോൺഗ്രസും ഇടത് പാർട്ടികളായ CPI, CPIM, CPI-ML ഉൾപ്പെടെയുള്ളവർ ശക്തമായി രംഗത്തുണ്ട്. മിയ ജനതയെ സമ്മർദ്ദത്തിലാക്കാനല്ല ജനങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയതെന്നായിരുന്നു MLA-യും റൈജോർ ദളിന്റെ പ്രസിഡന്റുമായ അഖിൽ ഗൊഗോയിയുടെ പ്രതികരണം. അസമിൽ മുഖ്യമന്ത്രി ഭരണഘടനയെ നിഷ്ഫലമാക്കിയിരിക്കുന്നു എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് അമൻ വദൂദ് പങ്കുവച്ചത്. സ്പെഷ്യൽ റിവിഷനു ശേഷം ഒഴിവാക്കിയവരുടെ ലിസ്റ്റിൽ കൃത്രിമമുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് പരാതിയും നൽകി കഴിഞ്ഞിരിക്കുന്നു. ക്രമക്കേടുകൾ ഒന്നും നടന്നിട്ടില്ലെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. പക്ഷേ ഫൈനൽ വോട്ടർ ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ സംശയങ്ങളും ദുരൂഹതകളും ബാക്കി നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസ് കോടതിയിലെത്തുമെന്നതിൽ സംശയമില്ല.
കോൺഗ്രസ് എന്നെ എത്ര വേണമെങ്കിലും അധിക്ഷേപിക്കട്ടെ, മിയ ജനതയെ കഷ്ടപ്പെടുത്തുക എന്നതാണ് എൻ്റെ ജോലി എന്നായിരുന്നു കോൺഗ്രസ് പരാതി നൽകിയതിനു ശേഷമുള്ള ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രതികരണം. പരിശോധിച്ചു വരുമ്പോൾ വിദ്വേഷ പ്രചാരണങ്ങളുടെ മൊത്ത കച്ചവടക്കാരനാവുകയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. ഫെബ്രുവരി 2-നുള്ളിൽ പരാതിക്കാരെ കേട്ട് നടപടികൾ സ്വീകരിക്കാനാണ് കേന്ദ്ര കമ്മീഷന്റെ ഉത്തരവ്. ക്രമക്കേടുകൾ ഒന്നും നടന്നിട്ടില്ലെന്നും സാധുവായ കാരണങ്ങളില്ലാതെ ആരെയും ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നുമാണ് ഇലക്ഷൻ കമ്മീഷൻ അവകാശപ്പെടുന്നത്. ഫൈനൽ ലിസ്റ്റിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രസ്തുത വാദങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുമെന്നതിൽ സംശയമില്ല.